ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ വിചാരം അദ്ദേഹം എന്തോ വലിയ സംഭവമാണ്. നേരത്തെ മീഡിയ 124 ജയ്ഹിന്ദ് ചാനലുകളിൽ നിന്നൊക്കെ വാർത്തകൾ ചെയ്ത് വന്ന ആളാണ്. ശ്രദ്ധിക്കപ്പെട്ടത് 24 ചാനലിൽ വന്നതിന് ശേഷമാണ്. അതായത് ശ്രീകണ്ഠൻ നായരോടൊപ്പം നിന്ന് വാർത്തകൾ കുറച്ചുകൂടി അദ്ദേഹത്തിന്റെ മാനറിസം ഒക്കെ അനുകരിച്ച് അദ്ദേഹം ചെയ്യുന്നത് പോലെ. കാരണം ശ്രീകണ്ഠൻ നായർ സാറിന് കുറെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ വാർത്ത കേൾക്കാനും അദ്ദേഹത്തെ പിന്തുടരാനും ഒക്കെ കുറെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ആ മാനറിസങ്ങളെല്ലാം ഉൾക്കൊണ്ട് 24 ന്യൂസ് ചാനലിൽ നിന്ന് ആളായി ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു പരിപാടി അവതരിപ്പിച്ചു. ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ളവരിൽ നിന്ന് നല്ല രീതിയിൽ എന്താ പറയുക, അപമാനവും പണിയും ഒക്കെ ഏറ്റുവാങ്ങി അങ്ങനെ നിൽക്കുമ്പോഴാണ് 24-ൽ പല പല കാര്യങ്ങളുണ്ടായി. അവിടെ നിന്ന് ആന്റോ അഗസ്റ്റിൻ, അതായത് റിപ്പോർട്ടർ ചാനലിലെ മുതലാളിമാരെ വനം കൊള്ളക്കാരൻ, കാട്ടുകള്ളന്മാർ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചപ്പോ ഇവൻ ഒരു പണി കൊടുക്കണമല്ലോ എന്ന് അഗസ്റ്റിൻ സഹോദരന്മാർ വിചാരിച്ചു. അങ്ങനെ അവരെ കുറെ ചിക്കിലി എറിഞ്ഞു. വാരി എറിഞ്ഞപ്പോ പണത്തിന് മീതെ വിടാത്ത ആരുമില്ലല്ലോ. പിന്നെ റിപ്പോർട്ടർ ചാനലുമാണ്, സർക്കാരിന്റെ PR വർക്ക് ഫ്രീ ആയിട്ട് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ആ ചിക്കിലിയിലെ കാട്ടുകള്ളന്മാരെന്ന് വിളിച്ച അരുണിനെ കൊണ്ട് തങ്ങളുടെ ചാനലിൽ ഇരുത്തി തങ്ങൾ പറയുന്നതൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു വലിയ മുതലാളിത്വ സ്വഭാവം ആന്റോ അഗസ്റ്റിൻ എടുത്തു. ഇപ്പോ ആന്റോ അഗസ്റ്റിന്റെ എന്താ പറയുക, കാലിൽ കിടന്ന് അല്ലെങ്കിൽ കയ്യിൽ കിടന്ന് അമ്മാനമാടുന്നവരാണ് ഈ ഡോക്ടർ അരുൺകുമാർ എന്നൊക്കെ പറയുന്നവർ. അപ്പോ ഇപ്പൊ അരുൺകുമാറിന്റെ വിഷയം എന്താണ് എടുത്തിടാൻ എന്നുള്ള കാരണം നമ്മൾക്കറിയാം. കലോത്സവമൊക്കെ നടന്നപ്പോ ബ്രാഹ്മണിക്കൽ ഹെറിമണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുൺകുമാർ രംഗപ്രവേശനം ചെയ്ത് അന്ന് കുറെ കോലാഹലങ്ങൾ ഉണ്ടാക്കി. അമൈര ശിരസ്കൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പലരും രംഗത്തെത്തി. പറയാതിരിക്കാൻ കഴിയില്ല. സത്യത്തിൽ ഇങ്ങനെ വാക്കുകൾ കേട്ടാൽ കൈയില്ലാത്തവൻ കൈ കെട്ടിവെച്ച് അടിക്കൂ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? അതേ സ്വഭാവം തന്നെയാണ്. എന്തെങ്കിലും കേരളത്തിൽ നടന്നാൽ അത് സർക്കാരിന് അനുകൂലമാക്കണം, സർക്കാരിനെതിരെ എന്തെങ്കിലും നടന്നാൽ സർക്കാരിന് അനുകൂലമാക്കണം. അതായത് ജോലി ചെയ്യുന്നത് ചാനലിലാണെങ്കിലും കട്ട സഹാവിനെ പോലെയാണ് അരുൺകുമാറിന്റെ പ്രവർത്തന ശൈലികൾ എന്ന് പറയുന്നത്. പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി പറയും, സഹാക്കൾക്ക് അനുകൂലമായി എന്ന് മാത്രം. ഇത്രയും സഹാക്കന്മാർക്ക് വേണ്ടി രാവോളം പണിയെടുക്കുന്ന ഒരു മനുഷ്യനെ അമ്മച്ചിയാണ് സത്യമായിട്ടും മാധ്യമരംഗത്ത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഈ ആഗോള അയ്യപ്പ സംഘം, അതാണല്ലോ ചർച്ചാ വിഷയം. പിണറായി അയ്യപ്പന്റെ കാൽക്കൽ വീണു, അയ്യപ്പന്റെ പ്രതിമ വാങ്ങി, അയ്യപ്പനെ ഉമ്മം വയ്ക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, അയ്യപ്പനെ കമ്മ്യൂണിസ്റ്റുകാരനാക്കി. അങ്ങനെ അയ്യപ്പനില്ലാതെ പിണറായി ഇല്ല എന്നാണ് ഇപ്പോ കേരളത്തിലെ സഹാക്കന്മാർ പറയുന്നത്. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ പിണറായിയാണ്, പിണറായി എന്ന് പറഞ്ഞാൽ അയ്യപ്പനാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്നു. ആഗോള അയ്യപ്പ സംഗമം പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി. ഒഴിഞ്ഞ കസേരകൾ 650 പേരെ വന്നുള്ളൂ. 4000 പേരുടെ ഊണ് തയ്യാറാക്കി, അത് വേസ്റ്റായി. ID കാർഡുകൾ വേസ്റ്റായി. അങ്ങനെ മൊത്തത്തിൽ ആ പരിപാടി പൊട്ടിപ്പാളിസായിരിക്കുമ്പോഴാണ് പന്തളത്ത് യഥാർത്ഥ അയ്യപ്പ ഭക്തരുടെ ഒരു സമ്മേളനം നടന്നത്. അവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, മുൻ BJP തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ, ബാംഗ്ലൂർ MP ആയ തേജസ്വി യാദവ് അടക്കമുള്ള നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് പേർ അവിടെ പങ്കെടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അയ്യപ്പന്റെ യഥാർത്ഥ ഭക്തർ അവിടെ വന്നു എന്നുള്ളതാണ്. പന്തളത്ത് അയ്യപ്പന്റെ യഥാർത്ഥ ഭക്തർ, അയ്യപ്പനെ, അത് BJPക്കാരല്ല അവിടെ വന്നത്, അയ്യപ്പനെ നെഞ്ചോട് ചേർക്കുന്ന, അവിടെ ആചാരലംഘനം, ശബരിമലയിൽ ആചാരലംഘനം നടക്കരുത് എന്നാഗ്രഹിക്കുന്ന അയ്യപ്പ ഭക്തരാണ് അവിടെ വന്നത്. അപ്പോ സദസ് മുഴുവൻ നിറയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സ്വാഭാവികമായി സഹാക്കന്മാർക്ക് കുരുപൊട്ടും. പ്രത്യേകിച്ച് സഹാക്കന്മാർക്ക് വേണ്ടി വാലാട്ടുന്ന ചില ആളുകളുണ്ടല്ലോ, അവർക്ക് സ്വാഭാവികമായും കുരുപൊട്ടും. അങ്ങനെ അരുൺകുമാറിന് ഇന്നലെ കുരുപൊട്ടി. അരുൺകുമാർ പറയുകയാണ്, അതൊരു തീവ്ര സംഗമമാണ്, ആ കണ്ടതൊരു സംഗമമേ അല്ല, അതൊരു തീവ്ര സംഗമമാണ്. ഇനി തീവ്ര സംഗമമാണെന്ന് പറയാൻ അദ്ദേഹത്തിന് എന്തൊക്കെയോ അറിയാം എന്നുള്ള ഭാവത്തിൽ അദ്ദേഹം അതിന് കുറെ സംഭവം എടുത്തിട്ടു. ഞാൻ ചർച്ച കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇയാൾ എന്തിനാ ഇതിൻ്റെ ഇടയ്ക്ക് ഈ സംഭവങ്ങൾ എടുത്തിടുന്നത്? 1949 ഡിസംബർ 11 ഹിന്ദു കോഡ് ബില്ല് അംബേദ്കറും നെഹ്റുവും കൂടി കൊണ്ടുവന്നു. രാംലീല മൈതാനത്താണ് അത് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നപ്പോൾ കർപ്പാത്തി മഹാരാജാവ് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ, ഒരു സനാതന മൂല്യങ്ങൾ ചുമക്കുന്ന ഒരു ഹിന്ദു സനാതന ധർമ്മം കയ്യിലേന്തുന്ന ഒരു വേട്ടാവളിയൻ, അയാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ബ്രാഹ്മണന്മാരുടെ അവകാശത്തിൽ തൊടാൻ
തൊട്ടുകൂടാൻ വയ്യാത്ത, അതായത് തൊട്ടുകൂടാൻ അവകാശമില്ലാത്ത താൻ എന്തിനാണ് തൊട്ട് എന്ന് അംബേദ്കറിനോട് ചോദിച്ചു. അത് അംബേദ്കറിന് വലിയ സങ്കടമുണ്ടാക്കി. അദ്ദേഹം രാജിവെച്ചു. പിന്നീട് അപ്പോൾ ഹിന്ദു സ്ത്രീകളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഹിന്ദു കോഡ് ബിൽ വേണ്ട, ഞങ്ങൾക്ക് ബഹുഭാര്യത്വം അല്ലെങ്കിൽ പുരുഷാധിപത്യം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ റെഡി ടു വെയിറ്റ്, ഹിന്ദു കോഡ് ബില്ല് വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് നെഹ്റു അത് പല പല ബില്ലുകളാക്കി പാസ്സാക്കി കൊണ്ടുവന്നു. ഓരോ സമയങ്ങളിൽ പല പല ബില്ലുകളാക്കി. ഹിന്ദു വിവാഹം, ഹിന്ദുക്കളുടെ ഈ വസ്തുക്കൾ സംബന്ധിച്ചത്, അങ്ങനെ പല പല ബില്ലുകളാക്കി അതിനെ കൊണ്ടുവന്നു. അത് വേറൊരു സംഭവമാണ്. അത് എന്താ പറയുക, നമ്മൾ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് പറഞ്ഞതുപോലെ അന്നത്തെ കുറെ വിവരമില്ലാത്തവർ ചേർന്നുണ്ടാക്കിയ രാംലീല മൈതാനത്ത് കുറെ ആളുകൾ തടിച്ചുകൂടി. അങ്ങനെ അതൊരു വേറിട്ടൊരു സംഭവമാണ്. അത് ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സംഭവമാണ്. ഇത് വിശ്വാസികൾ ചേർന്ന് ആചാര ലംഘനം നടത്തരുത് എന്ന് പറയുന്ന ഒരു സംഭവമാണ് പന്തളത്ത് അരങ്ങേറിയത്. രാംലീല മൈതാനത്ത് അരങ്ങേറിയത് ഹിന്ദു കോഡ് ബില്ല്, ഹിന്ദുക്കൾക്ക് പ്രത്യേക അവകാശങ്ങൾ, ഹിന്ദു സ്ത്രീകൾക്ക് പ്രത്യേക അവകാശങ്ങൾ വേണ്ട, ഇപ്പൊ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ മതിയെന്ന് പറഞ്ഞിട്ട് അതിനെ ഒരുപാട് പേർ അനുകൂലിച്ച് അന്ന് രംഗത്തെത്തി. പിന്നീട് അവർ അത് എന്താ പറയുക, അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, നെഹ്റുവിന്റെ കാലത്ത് അത് ബില്ലാക്കി പാസ്സാക്കി എന്നുള്ളതാണ്. അത് അംബേദ്കറിനെ ഒരുപാട് വേദനിപ്പിച്ച ബില്ലാണ്. അതും ഇതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ തെറിവിളിക്കാനായി പലരും കമന്റ് ഇടുമല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടണം. ഹേ മനുഷ്യ, നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ. ശബരിമലയിൽ നിരീശ്വരവാദി, അതായത് ശബരിമലയിലെ അയ്യപ്പൻ ആർത്തവമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാമെന്ന് വാദിച്ച പെണ്ണുങ്ങളെ കൊണ്ട് ശബരിമലയിൽ കയറ്റിയ സാനിറ്ററി പാഡും ചെരുപ്പും ഇരുമുടിക്കെട്ടായി വച്ച് ശബരിമല അയ്യപ്പന്റെ മുന്നിലേക്ക് കയറ്റിയ ഈ പിണറായി സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന എന്തിനാണെന്ന് ഇവിടെ അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. തിരഞ്ഞെടുപ്പ് വരുന്നു, ഹിന്ദുക്കളുടെ ഈഴവരുടെ വോട്ട് കിട്ടണം, അതിന് കളിക്കുന്ന വെറും വൃത്തികെട്ട അളിഞ്ഞ നാടകമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. എന്നിട്ട് സർക്കാരിന്റെ PR വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് എന്തിനാണ് ഇങ്ങനെ തള്ളുന്നത്? തീവ്ര സംഗമം, എന്താ ഹിന്ദുക്കളെല്ലാം കൂടി ചേർന്ന് ആചാരത്തെ ലംഘിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഉടനെ അത് തീവ്ര സംഗമമാകുമോ? അത് ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അതെന്ത് തീവ്ര സംഗമമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അല്ലെ, ഹിന്ദുക്കൾക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് അവർ പറയുന്നത്. താങ്കൾ പറയുന്ന തീവ്ര സംഗമം എന്താണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ കയറ്റില്ല. ധൈര്യം ഉണ്ടോ അരുൺകുമാറിനെ അതിനെതിരെ ഒരു ചർച്ച നടത്താൻ? കേരളത്തിലെ ഹിന്ദുക്കൾ താങ്കളെ വെല്ലുവിളിക്കുകയാണ്. അതിനെതിരെ ചർച്ച നടത്താൻ പർദ്ദ സ്ത്രീകൾ ഉപേക്ഷിക്കണം, മുസ്ലിം സ്ത്രീകൾ പർദ്ദ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ചർച്ച നടത്താൻ അരുൺകുമാർ തയ്യാറാണോ? സർക്കാരിന്റെ PR വർക്ക് നടത്തുന്ന അരുൺകുമാർ തയ്യാറാണോ? എന്തിന് സൺഡേ സ്കൂൾ വേണ്ട എന്ന്? ക്രിസ്ത്യാനികൾക്ക് വിവാഹത്തിന് മുൻപ് അവരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്, സൺഡേ സ്കൂളുണ്ട്. ഇതൊക്കെ വേണ്ട എന്ന് പറയാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? ഇല്ല. അപ്പോ ഹിന്ദുവിന്റെ നെഞ്ചത്തിട്ട് ഇങ്ങനെ കയറാം, എന്നിട്ട് താൻ വലിയ സംഭവമാണ്, എനിക്ക് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാം, ഞാൻ ഇപ്പൊ അങ്ങ് മറച്ചു കളയും എന്നാണ് വിചാരം. വേണ്ട, അത് ഇവിടുത്തെ ഹിന്ദുക്കൾ സമ്മതിക്കൂല. ഹിന്ദുക്കളുടെ നെഞ്ചത്ത്, മറ്റവരുടെ നെഞ്ചത്ത് കയറാമെങ്കിൽ ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറാം. അല്ലാതെ ഒരാളുടെ മാത്രം സഹാക്കന്മാർക്ക് PR വർക്ക് നടത്താൻ വേണ്ടി ആ അയ്യപ്പ സംഗമത്തെ തീവ്ര സംഗമം എന്ന് വിളിച്ച് താങ്കൾക്ക് വട്ടായോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല അരുൺകുമാറെ. ബുദ്ധി കൂടിപ്പോയാലും പ്രശ്നമാണ്.